ബാലകാണ്ഡത്തില് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇനി അയോധ്യാകാണ്ഡത്തിലേക്ക് പോവുകയാണ്. അയോധ്യാകാണ്ഡത്തില് എഴുത്തച്ഛന്റെ രാമായണത്തില് ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് ഭരതശത്രുഘ്നന്മാർ കേകേയത്തിലേക്ക് പോയിരിക്കുന്നു. ദശരഥൻ തന്റെ വാർദ്ധക്യാവസ്ഥ പരിഗണിച്ച് സർവാഭിമതനായ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചു. രാജധാനി അലങ്കൃതമായി. ശ്രീരാമൻ പത്നി സമേതനായി വ്രതനിഷ്ഠനായിരിക്കാൻ വസിഷ്ഠൻ നിർദ്ദേശിച്ചു. ആഗാമിയായ പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ ഒരു സൂചനയുണ്ടായി. നാരദ മഹർഷി അയോധ്യയിൽ വരികയും ശ്രീരാമൻ അവതരിച്ചത് എന്തിനെന്ന് ഒരു സംഭാഷണത്തിലൂടെ പ്രസ്പഷ്ടമാക്കുകയും ചെയ്തിരിക്കുന്നു. യുവ രാജാഭിഷേക സംഭാരങ്ങൾ ദശരഥൻ ഒരുക്കിക്കൊണ്ടിരിക്കെ തൃതീയ പത്നിയും സുന്ദരിയുമായ കൈകേയി സ്വഭൃത്യ മന്ധരിയുടെ പ്രേരണ കൈക്കൊണ്ട് ദേവാസുര യുദ്ധവേളയിൽ ദത്തമായിരുന്ന 2 വരം ഇപ്പോൾ തന്നെ ലഭിക്കണമെന്ന ശാഠ്യത്തോടെ കോപാഗരത്തിൽ പ്രവേശിച്ചു. സ്വപുത്രനായ ഭരതനെ യുവരാജാവാക്കണം. രാമൻ 14 വർഷം വനവാസം അനുഷ്ഠിക്കണം. മന്ധരയുടെ നാവിൽ സരസ്വതി വിളയാടി. കൈകേയിയുടെ ശാഠ്യം ഫലിക്കുകയും ചെയ്തു. പിതാവിന്റെ സത്യം പാലിക്കാൻ ശ്രീരാമൻ സന്നദ്ധനായി. പിതാവിന്റെ സത്യം പാലിക്കാൻ ശ്രീരാമൻ സന്നദ്ധനായി. ദശരഥൻ അസ്തചേതനനായി. കൗസല്യ സങ്കടാധീനനായി. ലക്ഷ്മണൻ കോപിച്ചു. ക്രൂത്ത സഹോദരനെ രാമൻ ആശ്വസിപ്പിച്ചു. തന്നോടൊപ്പം പോരാൻ സന്നദ്ധരായ സീതാദേവിയും ലക്ഷ്മണനും ശ്രീരാജനും സരിച്ചു. ശ്രീരാമൻ യുവ രാജാഭിഷേകം വിഘ്നപ്പെട്ട് മരവുരി ധരിച്ച് സീതാലക്ഷ്മണ സമേതനായി വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ പൗരജനം വിലപിച്ചു. സുമന്ത്രർ, ഗുഹൻ, പൗരജനം തുടങ്ങി എല്ലാവരും സങ്കടപ്പെട്ടു. ഭരദ്വാജാശ്രമവും വാൽമീകി ആശ്രമവും കടന്ന് ശ്രീരാമലക്ഷ്മണന്മാർ സീതാദേവിയോടൊപ്പം ചിത്രകൂട പ്രദേശത്ത് എത്തി വസിച്ചു. ആ വിയോഗ സങ്കട സാഗരത്തിൽ മുങ്ങി മരിച്ച ദശരഥന്റെ മരണാനന്തര ക്രിയകൾക്ക് കേകയത്തിൽ നിന്നെത്തിയ ഭരതൻ കോപിച്ചു. വൈധവ്യം വിളിച്ചു വരുത്തിയ സ്വമാതാവിന്റെ നേർക്ക് ഭരതന്റെ കോപം ആളിക്കത്തി. മന്ത്രിയെ നിഗ്രഹിക്കാൻ ശത്രുഘ്നൻ ഒരമ്പിട്ടെങ്കിലും ജ്യേഷ്ഠന് അത് അഹിതമാകുമെന്ന് കരുതി പിൻവാങ്ങി. പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ഭരതൻ ശ്രീരാമനെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് രാജ്യാഭിഷേകം ചെയ്യിക്കാൻ മോഹിച്ച് കാട്ടിലേക്ക് പോയി. എന്നാൽ സത്യവ്രതനായ രാമൻ മടങ്ങി വന്നില്ല. ഭരദ്വാജാദി മഹർഷികളുടെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിലെത്തിയ ഭരതൻ ജ്യേഷ്ഠന്റെ പാതുകദാസനായി രാജ്യം ഭരിക്കാൻ നിശ്ചയിച്ച് മടങ്ങാൻ നിർബന്ധനായി. പ്രയോപവേശം പോലും അനുഷ്ഠിക്കാൻ തയ്യാറായ ഭരതനെ രാമൻ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചു. ശ്രീരാമപാദുകം ശിരസാ വഹിച്ച് തിരിച്ചു പോന്ന ഭരതൻ അയോധ്യയ്ക്ക് പുറത്ത് നന്ദിഗ്രാമത്തിൽ വസിച്ച് തപശ്ചര്യ നിരതനായി. രാമപാദുകാദാസനായി അയോധ്യ വാണു. മനസ്സുകൊണ്ട് പോലും രാജ്യമോ രാജഭോഗമോ അനുഭവിച്ചില്ല. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനോടുകൂടി ചിത്രകൂടാചല ദേശത്തു നിന്നും ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ അത്രിമുനിയുടെ ആശ്രമത്തിലെത്തി. മഹർഷിയിൽ നിന്നും അനുഗ്രഹവും അനസൂയയിൽ നിന്ന് ദിവ്യാഭരണങ്ങളും സ്വീകരിച്ച് അത്രാശ്രമത്തിൽ വിശ്രമിച്ചു. ഇതാണ് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തില് അയോധ്യാകാണ്ഡത്തില് ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വായിച്ചത് കൊണ്ടും ഏകദേശം എല്ലാം പിടികിട്ടിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി കർമ്മയോഗമാണ് ഇതിലൂടെ ദശരഥൻ അനുഭവിക്കുന്നതും. ശ്രീരാമചന്ദ്രൻ വരും ത്രേതായുഗത്തില്. പക്ഷേ ആ ശ്രീരാമചന്ദ്രൻ വരുന്നതും ഒരു കർമ്മത്തിന്റെ ഭാഗത്തിന്റെ ബാക്കിയായിട്ട് വേണം വരാൻ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും പുത്രനായിട്ട് ജനിക്കണം. നേരത്തെ പറഞ്ഞ മാതിരി പൂതനയ്ക്ക് കംസൻ പൂതനയെ അയച്ചു. ഒരു സ്ത്രീ അയക്കണമെന്നേ കംസൻ തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ അവരുടെ നിയന്ത്രണം വന്നത് ഭഗവാന്റേതാണ്. ഭഗവാൻ ആ നിയന്ത്രണം ഏറ്റെടുക്കുകയും
പൂതനയെ ചൂസ് ചെയ്യുകയും ചെയ്തു. കാര്യം ഒരു ജന്മസാഫല്യം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞിനെ ഏത് ഉദരത്തിലാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. കാര്യം ആ കുഞ്ഞിലൂടെ ആയിരിക്കും ആ അച്ഛന്റെയും അമ്മയുടെയും കർമ്മത്തിന് ഉള്ള ഫലം വരുന്നത്. ആ കർമ്മഫലം വരുത്താൻ വേണ്ടിയിട്ട് ആ ഉദരത്തെ ചൂസ് ചെയ്യുന്നത് ഭഗവാനാണ്. ഇതുപോലെ ശ്രീരാമചന്ദ്രൻ ജനിക്കാൻ അവതരിക്കാൻ തീരുമാനമായപ്പോൾ, ഭഗവാൻ തീരുമാനിച്ചപ്പോൾ അത് ദശരഥനിലൂടെ ആയിരിക്കണം. കാര്യം അവിടെ ഒരു പുത്ര വിയോഗ സങ്കടത്തിന്റെ ആ കർമ്മത്തിന്റെ ബാക്കി പത്രം അവിടെ കിടപ്പുണ്ട്. അതും കൂടെ തീരുമാനിക്കണം. അതിനും ഒരു പരിസമാപ്തി ഉണ്ടാകണം. അങ്ങനെയാണ് ദശരഥനിലൂടെ പിന്നെ രാമായണം പോകുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കും. അപ്പം മാധുരൻ അതായത് ഭരതനും നമ്മൾ വായിച്ചു. മാധുരൻ യുധാജിത്തിന്റെ ഹൃദ്യമായ സൽക്കാരത്താൽ ഭരതശത്രുഘ്നന്മാർ കുറച്ചേറെക്കാലം അദ്ദേഹത്തോടൊപ്പം വസിച്ചു. അയോധ്യയെ രാമനാകട്ടെ ദശരഥ മഹാരാജാവിന്റെ കണ്ണിലുണ്ണിയും അയോധ്യാവാസികളുടെ ഒട്ടാകെ സ്നേഹഭാജനവുമായി വളർന്നു വന്നു. ദുഷ്ടനായ രാവണനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യവംശത്തിൽ അവതാരമെടുത്ത മഹാവിഷ്ണുവിന്റെ പ്രതിരൂപമായിരുന്നു രാമൻ. പരമപുരുഷന്റെ പ്രതിച്ഛയായ രാമൻ സ്വാഭാവികമായും എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായി പ്രശോഭിച്ചു. എല്ലാ കണ്ണുകൾക്കും ആനന്ദം ചൊരിയുന്ന സർവലക്ഷണയുക്തനായി അദ്ദേഹം വീരശൂര പരാക്രമിയെങ്കിലും തികഞ്ഞ അച്ചടക്കവും ആത്മാഭിമാനവുമുള്ള ക്ഷത്രിയനായിരുന്നു രാമൻ. യാതൊരു തിന്മയും തൊട്ടു തീണ്ടാത്ത അദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും സദാ സൗമ്യത പുലർത്തിയിരുന്നു. വിമർശനങ്ങളിൽ പ്രകോപിതനായിരുന്നില്ലെന്നു മാത്രമല്ല, നിസ്സാരമായ ഉപകാരങ്ങൾ സ്വീകരിക്കുമ്പോഴും സംപ്രീതനായിരുന്നു. വിനയാന്യതനും വിശാല മനസ്കനുമായ രാമൻ ഭക്തരും ജ്ഞാനികളുമായി സഹവാസമനുഷ്ഠിക്കുന്നതിൽ അങ്ങേയറ്റം തൽപരരായിരുന്നു. അതിഥി സൽക്കാരത്തിലോ മുൻപന്തിയിലും സത്യത്തിന്റെ പാതയിൽ മാത്രം സഞ്ചരിച്ച് രാമൻ ബ്രാഹ്മണരെ ആദരിച്ചു. തന്റെ പ്രജകളെ സ്നേഹിച്ചു, അവർ അദ്ദേഹത്തെയും. മത തത്വാധിഷ്ഠിതമായിരുന്നു രാമന്റെ പ്രവർത്തികൾ. ഒരു രാജാവിന്റെ ഗുണം പറയുകയാണ്. വിനയാന്യതൻ, എന്തും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവൻ. എല്ലാ ശാസ്ത്രവിദ്യയും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു. കുറ്റവാളികളെ യഥാവിധി ശിക്ഷിക്കുകയും നന്മ ചെയ്തവരെ ആദരിക്കുന്നതിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. അശ്വാഭ്യാസത്തിലും അസ്ത്രവിദ്യയിലും കെങ്കേമനായ രാമൻ രഥയുദ്ധത്തിലും മുൻപന്തിയിലായിരുന്നു. സത്യത്തിൽ ത്രൈലോക്യനാഥനും കാല നിയന്താവുമായ രാമനെ ദേവന്മാർക്കോ അസുരന്മാർക്കോ ഒന്നും തന്നെ പരാജിതനാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവരത്ര ബലവാന്മാരാകിലും. ദീർഘകാലം രാജ്യപരിപാലനം ചെയ്ത ദശരഥ മഹാരാജാവ് ഒരു ഘട്ടമെത്തിയപ്പോൾ പ്രായാധിക്യത്താൽ അത്യന്തം പരീക്ഷണനായി തീർന്നു. ഭരണകർത്തവ്യങ്ങളിൽ നിന്നും മോചിതനായ ശേഷമുള്ള ജീവിതം ആത്മസാക്ഷാത്കാര പ്രാപ്തിക്കായി അർപ്പിക്കുവാനുള്ള ഉൾക്കട മോഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ദിനം പ്രതി വളർന്നു വന്നു. മാത്രമല്ല, വരാനിരിക്കുന്ന ദുരന്തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പല ദുശകുനങ്ങളും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ കണ്ടു തുടങ്ങുകയും ചെയ്തു. ഭയചകിതനായ അദ്ദേഹം എത്രയും പെട്ടെന്ന് രാമനെ തന്റെ പിൻഗാമിയായി വാഴിക്കുവാൻ ആഗ്രഹിച്ചു. എല്ലാവർക്കും ഉള്ളതുപോലെ വാർദ്ധക്യ സഹജമായ ചില ബലഹീനതകള്, ഭയങ്ങളൊക്കെ വരുമ്പോൾ മക്കൾക്കുമായി വഴിമാറിക്കൊടുക്കും. ഈ ഉദ്ദേശത്തോടു കൂടി മന്ത്രിമാർ, സാമന്ത രാജാക്കന്മാർ, പൗരമുഖ്യന്മാർ എന്നിവരടങ്ങുന്ന ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. പക്ഷേ ജനകൻ, കേകയൻ എന്നിവരെ അദ്ദേഹം ക്ഷണിച്ചില്ല. അവർക്ക് പരിപൂർണ സമ്മതമായിരിക്കുമെന്ന വിശ്വാസവും സമയദൗർലഭ്യമായിരുന്നു കാരണം. എല്ലാ ക്ഷണിതാക്കളും സന്നിഹിതരായ സദസ്സിന്റെ മുന്നിൽ ദശരഥൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: വൃദ്ധനായ നാം ഈ സാമ്രാജ്യ പരിപാലനം നമ്മുടെ സീമന്തപുത്രനും 27-കാരനുമായ രാമനെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ വയസ്സ് മ്യൂട്ടാണ്. ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യം
ഭരിക്കാൻ തുടങ്ങുമ്പോഴുള്ള വയസ്സ് 27. പുണ്യമാസമായ ഈ ചൈത്രമാസത്തിൽ നാളെ പുഷ്യ നക്ഷത്ര സമൂഹം ആരോഹണ പഥത്തിലെത്തവേ നിങ്ങൾ ഏവരുടെയും സമ്മതത്തോടെ രാമനെ കിരീടാവകാശിയായി വഴിക്കുവാനുള്ള ചടങ്ങുകൾ ആരംഭിക്കട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു. ആർപ്പുവിളികളോടെ ഈ സന്തോഷ വാർത്ത സ്വാഗതം ചെയ്ത ജനങ്ങൾ സാഹ്ലാദം രാമന്റെ അതുല്യ ഗുണഗണങ്ങളെ കീർത്തിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം വീക്ഷിച്ചും ശ്രവിച്ചും അത്യധികം സന്തുഷ്ടനായി തീർന്ന ദശരഥൻ വസിഷ്ഠ മുനിയോട് ഉടനടി ഒരുക്കങ്ങൾ ആരംഭിക്കുവാൻ അപേക്ഷിച്ചു. വസിഷ്ഠൻ മന്ത്രിമുഖ്യനായ സുമന്ത്രനെ വിളിച്ച് അടുത്ത ദിനാരംഭത്തിൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കണമെന്നും അതിനോടകം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയും നഗരമൊട്ടാകെ ഭംഗിയായി അലങ്കരിക്കുകയും വേണമെന്ന് നിർദ്ദേശം നൽകി. അനന്തരം ദശരഥൻ സുമന്ത്രനോട് രാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അച്ഛന്റെ ഇംഗിതമറിഞ്ഞ രാത്രിയിൽ തന്നെ കൗസല്യാപുത്രൻ ദ്രുതഗതിയിൽ രാജസഭയിലെത്തി കൂപ്പുകൈകളോടെ അച്ഛന്റെ മുന്നിലെത്തിയ രാമൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തന്റെ സ്നേഹ ആദരങ്ങൾ അറിയിച്ചു. കാൽക്കൽ വീണ തന്റെ ഓമനപുത്രനെ എഴുന്നേൽപ്പിച്ച് ഗാഢാലിംഗനം ചെയ്ത ശേഷം ദശരഥൻ പറഞ്ഞു, പ്രിയ രാമ, നമ്മെ വയോധികനും പരീക്ഷണമാക്കിയിരിക്കുന്നു. വിശ്രമ ജീവിതത്തിന് സമയമായി എന്ന് നാം ആഗ്രഹിക്കുന്നു. രാജകീയ സുഖഭോഗങ്ങളെല്ലാം നാം വേണ്ടുവോളം അനുഭവിച്ചു കഴിഞ്ഞു. അനേകം യാഗങ്ങൾ നടത്തുകയും അളവറ്റ ദ്രവ്യം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുകയും ചെയ്തിരിക്കുന്നു. രാമ, നീ നമ്മുടെ സീമന്തപുത്രനും വത്സലപുത്രനും അത്രേ. മാത്രമല്ല മന്ത്രിമാർക്കും ജനങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവനും നീയാണ്. ആയതിനാൽ നാളെ തന്നെ നിന്നെ നാം കോസല രാജാവായി സിംഹാസന ആരോഹണം ചെയ്യിക്കുകയാണ്. രാമന്റെ ചില തോഴന്മാർ ഈ വാക്കുകൾ കേൾക്കാനിടയായി. നിമിഷങ്ങൾക്കകം അവർ കൗസല്യ മാതാവിന്റെ അരികിലെത്തി എത്രയും വേഗത്തിൽ ആ ശുഭവാർത്ത അറിയിക്കുവാൻ പുത്രൻ സിംഹാസന അവകാശിയാകുന്നു എന്നറിഞ്ഞ കൗസല്യ ആനന്ദസാഗരത്തിൽ ആറാടി. ആചാരങ്ങൾക്കനുസൃതമായി ശുഭവാർത്താവാഹകർക്ക് കാഞ്ചനം, ആഭരണങ്ങൾ, പശുക്കൾ ഇത്യാദികൾ നൽകി. നൊടിയിടയിൽ ആ സന്തോഷ വാർത്ത എങ്ങും പറന്നെത്തി. രാമൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോഴേക്കും പ്രജാസമൂഹം ആർപ്പുവിളികളോടെ രാമനെ അഭിവാദ്യം ചെയ്യുവാൻ വഴിനീളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. നമുക്കിന്ന് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് അത്രയും ഭാഗം വായിക്കാം. ഹരേ കൃഷ്ണ. അപ്പം ശ്രീരാമചന്ദ്രനെ ഔദ്യോഗികമായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് ആക്ച്വലി പബ്ലിക്കിനോട് പറഞ്ഞില്ല. പക്ഷെ ചില തോഴന്മാര്, അതായത് ശ്രീരാമചന്ദ്രന്റെ സുഹൃത്തുക്കൾ ഇത് കേട്ടിട്ട് പെട്ടെന്ന് നേരെ പോയി അമ്മയെടുത്ത് പറയുകയാണ്. അങ്ങനെ പതുക്കെ 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 ആ രാജ്യം മൊത്തം അറിയുകയാണ്. ഹരേ കൃഷ്ണ. സുമാജി തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. താർമകൾ കൺപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ, ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യപുരി പുക്കോ. താതനോടും നിജമാതൃജനത്തോടും ദാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നതീരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനീയകം പൂപ്പു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുത ഗണഭൂഷണഭൂഷിതൻ ധ്രുവനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭജനൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃത സാരം കൊടുത്തപ്പോൾ
വിദ്രോമതുല്യാധാരിയായ വിദ്രോമതുല്യാധരിയായ ഗൗരിയ അദ്രി സുതയുമാനന്ദ വിവശയായി ഭദ്രപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനാശന ഗുരു നാഥൻ നരസഖൻ നാനാ ജഗന്മയൻ നാദ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരമ്യ വദനൻ നരാകാരി നാളീക ബാന്ധവ വംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമ ഫലപ്രദൻ രാക്ഷസ വംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ കുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തി പ്രദൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ വ്യക്തനവ്യക്തനനന്ദനനാമയൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിരൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യനോ മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയും മാർക്ക് ചെയ്യണം. നമ്മൾ ഓരോ സ്തുതികളും വായിക്കുകയാണ്. ഇത് അടുത്ത സ്തുതിയാണ്, പാർവതി ദേവിയുടെ സ്തുതിയാണ് അടുത്തത്. ശ്രീരാമചന്ദ്രനെ പറ്റി പറയുകയാണ് ആ സ്തുതി. ആരോട് പറയുന്നു? മഹാദേവരോട് പറഞ്ഞിട്ട്, ശ്രീരാമചന്ദ്രനെ കുറിച്ച് എനിക്ക് വീണ്ടും കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രഭു, എനിക്ക് പറഞ്ഞു തരൂ. ഈ സ്തുതിയൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പോകുമെന്നർത്ഥം, മോക്ഷം കിട്ടുകയാണ്. അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ വായിക്കാനും പഠിക്കാനും നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നത്. നാരായണൻ നളിനായതാലോചൻ നാരീജനൻ മനോമോഹനൻ മാധവൻ. പിന്നെന്താ വീണ്ടും പറയുന്നത്? ഭക്തജനോത്തമ മുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗത വത്സരൻ. ആര് ശരണം പ്രാപിച്ചു? അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജഹ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം വളരെ കൃത്യമായിട്ടാണ് വരികൾ വരുന്നത്. പിന്നെ പ്രശ്നം നമുക്ക് മാത്രമേ ഉള്ളൂ. ഇവർക്കാർക്കും തർക്കമില്ല. പാർവതി ദേവിക്ക് തർക്കമില്ല, മഹാദേവർക്ക് തർക്കമില്ല, അർജുനന് തർക്കമില്ല, വ്യാസമഹർഷി തർക്കമില്ല, ശുകദേവ ഗോസ്വാമിക്ക് തർക്കമില്ല. തർക്കവും സംശയങ്ങളും നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് വായിക്കുന്നതോടുകൂടി നമ്മൾ ആ പൂർണ്ണമായും ഭഗവാനോട് ലയിച്ചു ചേരണം. ഇവിടെ പറയുന്നത് ശരണാഗത വത്സരൻ. അതുകൊണ്ടാണ് അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി നിഷ്ഠയുള്ള കാര്യമാണ്. ഭഗവാൻ ആ കാര്യത്തിൽ മാത്രം ഇത്തിരി കാർക്കശ്യ ബുദ്ധി എടുത്തിട്ടുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രീരാമചന്ദ്രന്റെ ആ ഗുണങ്ങൾ പറഞ്ഞു, രാവിലെ ആദ്യം വായിച്ചു. നിസാരമായ കാര്യം കൊടുത്തു കഴിഞ്ഞാലും സന്തോഷത്തോടെ സ്വീകരിക്കുക ഗുണമുണ്ട്. അവിടെയാണ് ഭഗവത്ഗീതയിൽ വീണ്ടും പറഞ്ഞത്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. എന്തെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അത് എന്താണെങ്കിലും നമുക്കത് വളരെ വിലക്കുറവായിരിക്കാം, പക്ഷെ അത് പ്രേമപൂർവ്വം ഭക്തിയോടെ തരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. കടിച്ചു തുപ്പിയ സാധനമാണ് ശബരിയുടെ കയ്യിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ വാങ്ങിച്ചു കഴിച്ചത്. ഇതിലേറെ ദീനദയാലു ഉണ്ടോ? ആക്ച്വലി എനിക്ക് മാത്രമാണോ ഒന്നും കേൾക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നെറ്റാണ്. വേറെ ആർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തോ കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. എല്ലാം സ്റ്റക്കാണല്ലോ. ഹരേ കൃഷ്ണ.
പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ എന്ന് ഭഗവാൻ പറയുമ്പം ഭഗവാൻ അവിടെ എന്ത് വേണം എന്ന് കർക്കശമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഭക്തി ആയിരിക്കണം, ഭക്തിയോടെ സ്നേഹത്തോടെ തരണം എന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ടാണ് ചവച്ചു തുപ്പിയ അവശിഷ്ടമാണ്, ഉച്ഛിഷ്ടമാണ് ശ്രീരാമചന്ദ്രൻ ശബരിയുടെ കയ്യിൽ നിന്ന് കഴിച്ചത്. അത്രയും ദീനദയാലുവാണ് ഭഗവാൻ. അപ്പം ഇത്തിരി വെള്ളമാകട്ടെ, ഇത്തിരി ജലമാകട്ടെ, ഇത്തിരി പുഷ്പമാകട്ടെ, ഫലവർഗ്ഗങ്ങളാകട്ടെ, ഇലവർഗ്ഗങ്ങളാകട്ടെ, ജലമാകട്ടെ, ഭക്തിയോടെ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കും. ഇവിടെ ശ്രീരാമചന്ദ്രന്റെ ഗുണം എഴുത്തച്ഛൻ ആദ്യം തന്നെ നമ്മൾ വായിച്ചു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും സന്തോഷത്തോടെ തന്നു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പാർവതി ദേവിയും പറഞ്ഞു, പിന്നെ ശരണാഗത വത്സലനാണ്. അത് തന്നെയാണ് അർജുനനോട് ഭഗവാൻ നേരിട്ട് കൊടുത്ത സന്ദേശം. ഇവിടെ പാർവതി ദേവി മഹാദേവരോട് പറയുമ്പോൾ അർജുനനോട് ഭഗവാൻ നേരിട്ട് കൊടുത്തു സന്ദേശം, സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജഃ. മറ്റു ധർമ്മങ്ങളെല്ലാം നീ പരിത്യജിച്ചിട്ട് എടുത്തു കളഞ്ഞിട്ട് നീ അതിനെക്കുറിച്ചൊന്നും നോക്കാതെ എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നിന്റെ എല്ലാ പാപങ്ങളെയും ഞാൻ എടുത്തു കളയാം. ഓക്കെ, നാരദ രാഘവ സംവാദം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശ്രീരാമചന്ദ്രനെ മറ്റൊരു നായകൻ വരികയാണ്. ശ്രീരാമചന്ദ്രന്റെ നിയോഗത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഒരു ഭാഗം വരുന്നത്. മീരാജി വായിച്ചോളൂ. എങ്കിലൊരു ദിനം മ്യൂട്ടാണ്. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗല ദേവതാ കാമുകൻ രാഘവൻ അംഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലാഗാത്രിയാം ജാനകി തന്നൊടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോൽപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലാനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ഫാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ദരൻ പ്രാലേയ ഭാനു സമാനനായ സമം ലീലയാ താംബൂല ചർവണാധൈര്യനു വേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടിരുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർത്ഥപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാ വിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോദ്ഭവ പുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നും വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ
എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനീവരനാകിയ നാരദനും ഭക്തവത്സലനാമനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതു നീ സന്തതം ലോകാനുകാരികളായതിൽ ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശ്വരനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവ ജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി. സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യാഗ്രഹീണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമാഗുണത്രയ യുക്തിയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തമതിന്നില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹി സുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘുപതേ. രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യ തൽ സർവഭൂമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. ഹരേ കൃഷ്ണ. ഇപ്പം വായിച്ചതും അടുത്തൊരു സ്തുതിയാണ്. ആരാ സ്തുതിച്ചത്? നാരദ മഹർഷി. എത്ര സ്തുതികളാണുള്ളതെന്ന് അറിയാമോ രാമായണത്തിന്? പറഞ്ഞിരിക്കുന്നത് ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവതാ മുഖ്യനും പിതാവായവനും നീയല്ലോ. നോട്ട് ചെയ്ത് വെക്കുക. സാക്ഷാൽ നാരദ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, ഈ ലോകത്തിന്റെ ഫുള്ള് എല്ലാത്തിൻ്റെയും അധിപനും പിതാവും അങ്ങ് തന്നെ അല്ലേ? നോക്കൂ, ഭഗവത്ഗീതയിൽ നേരെ വരികയാണ്. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, പിതാഹമസ്യ ജഗതു മാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരം ഈർക്ക് യജുത് സാമം ഏവച. പിതാഹമസ്യ ജഗതു, ഈ ലോകത്തിന്റെ പിതാവും
മാതാവും ധാതാവും പ്രപിതാമഹനും എല്ലാം ഞാൻ തന്നെയാണ്. അർജുന, നീ അത് മനസ്സിലാക്കണം. പിന്നെന്താ? ജഗതോ മാതാ താതാ പിതാമഹ വേദ്യം പവിത്രം ഓംകാരം. പവിത്രമായ മന്ത്രം ഓംകാരം ഞാൻ തന്നെയാണ്. വേദ്യം പവിത്രം ഓംകാരം. പിന്നെന്താ? പിന്നെ ഇർക്ക് യജുർ സാമം ഏവച, ഈ വേദങ്ങളും ഞാൻ തന്നെയാണ്. നാരദ മഹർഷിയും അത് തന്നെയാണ്. എഴുത്തച്ഛനും അത് തന്നെ എടുത്തെഴുതിയിരിക്കുന്നു. എഴുത്തച്ഛനും സംശയം വന്നിട്ടില്ല. വാൽമീകി രാമായണത്തെ എഴുത്തച്ഛന്റെ ശൈലിയിൽ കൊണ്ടുവന്നപ്പോഴും ഇതിനൊന്നും മാറ്റം വന്നില്ല. പിന്നെ പറയുന്നുണ്ട് സത്വരജസ്തമോ മാത്ര ഗുണത്രയം. പരാശക്തിയെ കുറിച്ച് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ഹേഷ്യ ത്രിഭിർ ഗുണമയി മമ മായാ ദുരത്യയ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്, പ്രകൃതിയുടെ 3 ഗുണങ്ങളിലാണ് നമ്മൾ ജനിക്കുന്നതും വളരുന്നതുമല്ല. അത് സാക്ഷാൽ മായാദേവിയാണ്. കൃത്യമായിട്ട് നാരദ മഹർഷി അതും പറഞ്ഞു തന്നു നമുക്ക്. അപ്പം ഈ സ്തുതി കുറിച്ചു വെക്കണം. ഇത് അടുത്തൊരു സ്തുതി, നാരദൻ സ്തുതിക്കുന്നതാണ്. ഇതൊക്കെ വളരെ ഭാഗ്യമാണ്. എപ്പോഴെങ്കിലും ഒക്കെ ഈ രാമായണം വായിക്കുമ്പോൾ മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോഴും വായിക്കുന്നത് മനസ്സിനും സുഖം കിട്ടും, നമുക്ക് മോക്ഷവും കിട്ടും. അടുത്ത സ്മിതമായി കണ്ടിന്യൂ ചെയ്തോളൂ. മായയാ മുടി മറഞ്ഞിരിക്കുന്നൊരു, മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെയതിങ്കൽ നിന്നുള്ള മഹത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യായെ ചൊല്ലുന്നു കരുണാപാതി എന്നും ചിലർ. മൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്ന വിറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനാം പരം യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവതോ പരിതസ്ഥനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെത്ര ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നതിനു ഒക്കെയാർക്കും വിധൗ കാരണമെല്ലാത്തിനും ഭവാൻ നിർണയം നാരായണ നരകാരി നരാധിപ. ജീവനും രജ്ജുവിൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും വൽപാദ പങ്കജ ഭക്തി മുഴുകുമ്പോൾ വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും ആ സ്തുതി പറയുകയാണ്. വീണ്ടും പറഞ്ഞെന്താണ്? നിങ്കൽ നിന്നുണ്ടായി വരുന്നിത് ലോകങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ ലോകങ്ങളും അത് ഭഗവത്ഗീതയിൽ വീണ്ടും വരുന്നു. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ബുധ ഭാവസമന്വിതാഹ. സുമാജി കുറിച്ച് വെക്കണേ.
അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഉദാഭാവ സമന്വിതാഹ. ഇതറിയുന്ന ബുദ്ധിമാന്മാർ എന്നിൽ വരുന്നു, അല്ലെങ്കിൽ എന്നെ ആദരിക്കുന്നു. അതാണ് ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത്. ഇപ്പം ഭക്തി മുഴുത്ത തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടും, ഇല്ലൊരു സംശയം. ഈ ഒരു ബോധം, ഈ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ത്വൽക്കഥ നാമ ശ്രവണാദി കൊണ്ട്, ശ്രവണം കീർത്തനം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ കൂടിയിരുന്ന് വായിക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്ന് പറയുന്നത്. ഭാഗവത്തില് സത്സംഗം, സത്സംഗം ഭാഗവത്തില് 2-ാമത്തെ സ്കന്ധത്തിലാണ് തോന്നുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഭഗവാൻ ഈശ്വരോ ഹരിഹി. ഭഗവാൻ ആ ഈശ്വരനിൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമവും ശ്രവണവും കീർത്തനവും, ഭഗവാനെ ശ്രവിക്കണം, ഭഗവാനെ കീർത്തിക്കണം, ഭഗവാനെ സ്മരിക്കണം. ഈ 9 ഭക്തികളിൽ, ഭക്ത പ്രക്രിയകളിൽ ഈ 3 വളരെ പ്രധാനപ്പെട്ട. തസ്മാത് ഭാരത സർവാത്മാ, തസ്മാത് ഭാരത സർവാത്മാ. ശ്രീമദ് മഹാഭാഗവത്തില് 2-ാമത്തെ സ്കന്ധത്തിലാണെന്ന്, 2-ാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഹി ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യ ഇച്ഛതാഭയം. ഭഗവാനിൽ അഭയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ഭഗവാനിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ആദ്യം നമ്മൾ സ്മരിക്കണം, പിന്നെ ആദ്യം ശ്രവിക്കണം, പിന്നെ സ്മരിക്കണം, ഓർമ്മിക്കണം, പിന്നെ കീർത്തിക്കണം. അങ്ങനെ വരുമ്പോൾ നേരെ പരമാത്മാവ് ഞാനെന്നറിയുമ്പോൾ, ഭഗവാനാണ് പരമാത്മാവെന്ന് അറിയുമ്പോൾ ഭവ ഭയ മൃത്യു ദുഃഖാദികൾ, നമ്മള് ജന്മ മൃത്യു ജര വ്യാധിയിൽ നിന്ന്, ആ ഭയങ്ങളിൽ നമ്മൾ മുക്തി നേടും, പ്രയാസങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരും. ഹരേ കൃഷ്ണ. വിദ്യാജി അടുത്ത് വായിച്ചോളൂ. ഭക്തഭൃത്യന്മാരിലേഖനെ എന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗത് നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാഭി പങ്കജത്തിങ്ക നിന്നേക്കുമോ ത്വന്നാഭി പങ്കജത്തിങ്കൽ നിന്നേ കഥാമുന്നമുണ്ടായി. ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോമെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നി വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ഭാഷ്പ പരിപ്ലുത നേത്രനായി വീണാധാരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണമുൽ പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തു. കാരണം മർത്യനായി വന്ന് ജനിച്ച ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെ എന്നൊരു വെട്ടിരിക്കുന്നത്. നീയും അതിനു കൂലമായി വന്നിടും.
പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാൻ എന്നു അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നൊരു സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൻ ഉത്തരമായി അരുൾ ചെയ്തു രാഘവൻ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം ഇതിനകത്ത് വീണ്ടും പറഞ്ഞത് ശ്രീരാമചന്ദ്രനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് വളരെ പൂജ്യനാണ് ഭവാനെ. ഇപ്പം ദശരഥൻ അച്ഛൻ രാജാവാക്കാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ദൗത്യം പിന്നെ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ആരെയും കൊല്ലാൻ പറ്റത്തില്ല. രാജാവിനെ സംബന്ധിച്ചിടത്തോളം പ്രജയെ കൊല്ലാൻ പറ്റില്ല. അങ്ങ് വന്നത് അധർമ്മിയുടെ പ്രതിനിധിയായ ദുഷ്ടനായ രാവണനെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാര്യത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ശ്രീരാമചന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനകത്ത് നമ്മൾ വീണ്ടും അറിയേണ്ടത്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും അത് നടക്കാതെ പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ പറയുന്നത് എന്താണ്? വീണ്ടും പറഞ്ഞു ഇവിടെ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം. അതിന് മുമ്പ് എന്താണ് പറഞ്ഞത്? ഈ നാരദ മഹർഷി എവിടെ വെച്ചിട്ടപ്പോ ഇവിടുന്ന് അയോധ്യയിൽ വന്നു. അപ്പോ ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോയിട്ടില്ലേ? ഇല്ല, പോയിട്ടില്ല. പിന്നെ രാജ്യം ഭരിക്കാൻ ആയിട്ടുമില്ല. ദശരഥൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഭാഗം നമ്മൾ നേരത്തെ സംസാരിച്ചില്ല. ഈ ഭാഗം വിട്ടതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പൊ ഇവിടെ വീണ്ടും നാരദ മഹർഷി ഓർമ്മിപ്പിക്കുന്നുണ്ട്, അങ്ങ് എല്ലാത്തിനും സർവ്വതിനും കാരണമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ബ്രഹ്മാവ് പറഞ്ഞത് ഭഗവാനെ കുറിച്ച്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എല്ലാത്തിനും ഒരു നിശ്ചയമുണ്ട്. ആ ദൗത്യത്തിൽ നമ്മൾ അല്ലെങ്കിൽ ആ കർമ്മത്തിന്റെ ഭാഗമായിട്ട് ജനിക്കുമ്പോൾ ഭൗതികമായിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അതേസമയം ഭഗവാനെ നമ്മൾ ഭക്തിയോടെ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പോവുകയും ചെയ്യും. വിചാരിച്ച ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നടക്കില്ല, പക്ഷേ ജീവിതത്തിലെ പ്രയാസങ്ങൾ നടന്നു പോകും. അതല്ലേ നമുക്ക് ആവശ്യം. ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നിവിടെ നിർത്താം. എന്തെങ്കിലും കാര്യങ്ങൾ സ്മിതമാതാ ഇതിനെ കുറിച്ച് പറയാനുണ്ടോ? മ്യൂട്ടാണ്. ഡൗട്ട് എന്താ വെച്ചാൽ നാരദൻ എന്തുകൊണ്ടാണ് ശ്രീരാമസ്വാമിയുടെ അടുത്ത് ഇത് പറഞ്ഞത്? എന്താ പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്ന അവകാശം ഉണ്ടായി വരായല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. രാജാവായി കഴിഞ്ഞാൽ ഒരു രാജാവിന് പ്രജയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ദൗത്യം. അപ്പം അങ്ങ് ഒരുപക്ഷെ ആ ദൗത്യം ചിലപ്പോൾ എടുക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പം നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ഭാഗവും സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം കോട്ട് ചെയ്യണം. വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. സ്മിതമാതാജി എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത് കണ്ടിന്യൂഷൻ ആയിട്ട്? പ്രതീക്ഷിക്കുന്നു. ദശരഥന്റെ ക്യാരക്ടറിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദശരഥന് മക്കളുണ്ടായിരുന്നില്ല.
അപ്പൊ ദശരഥൻ ആരോട് ചോദിച്ചു? വസിഷ്ഠനോടും സുമന്ത്രയോടും ചോദിച്ചു. അങ്ങനെ അവരാണ് പറയുന്നത് ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യജ്ഞം നടത്തണം എന്ന്. അങ്ങനെ ഋഷ്യശൃംഖനെ കുറിച്ച് കൊണ്ടുവന്ന് യജ്ഞം നടത്തിയിട്ടാണ് മക്കൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് അതിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മള് ബുദ്ധിമുട്ടിലാവുമ്പോ, നമുക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോ നമ്മളെ ഡിവോട്ടീസിന്റെ അടുത്തുനിന്ന് അഡ്വൈസ് എടുക്കണം. അപ്പൊ എന്താ നമുക്ക് തിരിച്ചു കിട്ടുക? 3 കാര്യങ്ങൾ കിട്ടും നമ്മൾ ഡിവോട്ടീസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്തന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ. 1, നല്ല ഉപദേശം. 2, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കും. 3ാമത്, അവരുടെ ആ വാക്ക് കൊണ്ട് ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മള് ഒരു ഡിവോട്ടിയുടെ അടുത്ത് ഉപദേശം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എന്താ പറയാ ബെനിഫിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ചെറിയ വാക്കുകൾ, പക്ഷെ വലിയൊരു സന്ദേശം. ഹരേ കൃഷ്ണ. അവിടെയാണ് ഗുരുവിന്റെ ഇമ്പോർട്ടൻസ്. പ്രഭു. അതെ. അപ്പം ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. വിദ്യാജി, എന്തെങ്കിലും നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് എന്തെങ്കിലും പറയാനുണ്ടോ? മ്യൂട്ടാണ്. 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 ഓക്കെ. അല്ല, അപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് ദശരഥ മഹാരാജാവിന് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു മോളുണ്ടായിരുന്നു, ശാന്ത എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, എന്തായാലും ഒരു നിമിത്തമാണ് ആക്ച്വലി. നല്ലൊരു രാമലക്ഷ്മണന്മാര് 4 പേരെ കിട്ടി. അത് സംഭവം നല്ല സന്തോഷം തന്നെ. പക്ഷെ ശാന്ത എന്ന് പറഞ്ഞൊരു മോളും കൂടി ഉണ്ടായിരുന്നു ദശരഥന്. അത്രേ ഉള്ളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. മീരാജി? മ്യൂട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. അപ്പൊ രാമായണം മോള് അത് ആദ്യമായിട്ട് കേൾക്കണം. ഞാൻ കേട്ടിട്ടില്ല. അപ്പം രാമായണം നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് പഠിച്ചു വരുന്നു എന്നുള്ളതാണ് എന്റെ സന്തോഷം, അല്ലേ? അപ്പം അടുത്ത തവണ കൃത്യമായിട്ട് ഓരോ വരികൾ വായിക്കുമ്പോഴും നമ്മൾ ശരിക്കും നമ്മൾ ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകും. അപ്പൊ നമുക്കിവിടെ കൗണ്ട് ഓൺ ചെയ്യാം, അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരം വന്ദേ ചൊല്ലിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലുത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാം വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മന്ത്രതസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സിഡ്നയെ കണ്ടില്ല.